ഹായ് ഹലോ നമസ്കാരം. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സൈക്കോളജിക്കൽ ട്രിക്കിനെ പറ്റി പറഞ്ഞുതരാം. ഈ ട്രിക്ക് നിങ്ങളുടെ പാർട്ട്ണറിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരിൽ ഒബ്സസ്ഡ് ആവുകയും അതിലൂടെ അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുകയും ചെയ്യും. നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെ മിസ് ചെയ്യുന്ന തക്ക രീതിയിലുള്ള ഒരു അട്രാക്ഷൻ ഈ ഒരു ട്രിക്കിലൂടെ നിങ്ങൾക്ക് അവരിൽ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ചാനൽ ആദ്യമായി കാണുന്ന ഇത്തരം കണ്ടന്റുകൾ കാണാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ റിലേഷൻഷിപ്പ് തുടങ്ങി അല്ലെങ്കിൽ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് നാളുകളുണ്ട്. അതൊരു ഫേസാണ്. ആ ഫേസിനെ നമ്മൾ വിളിക്കുന്നത് ഹണിമൂൺ ഫേസ് എന്നാണ്. ചിലരതിനെ ഹണിമൂൺ പീരീഡ് എന്നും വിളിക്കും. ഈ ഒരു സമയത്ത് ഒരു കപ്പിൾസ് അല്ലെങ്കിൽ ഒരു ജോഡി കപ്പിൾസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അട്രാക്റ്റഡ് ആയിരിക്കും. കാരണം റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയമാണ്. അപ്പോൾ അവർക്കിടയിൽ സംസാരങ്ങളുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യും, ഐഡിയോളജീസ് ഷെയർ ചെയ്യും, ഇമോഷൻസ് ഷെയർ ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിക്കുന്നതും പരസ്പരം മനസ്സിലാക്കുന്നതും ഈ ഹണിമൂൺ ഫേസിൻ്റെ സമയത്താണ്. ഹണിമൂൺ ഫേസ് ഇരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ഹോർമോൺസ് ലെവൽ, അതും ലവ് ഹോർമോൺസ് ലെവൽ എന്ന് പറയുന്നത് ഹൈ ലെവലിലായിരിക്കും. അതുകൊണ്ട് തന്നെ പരസ്പരം ഇവർക്ക് അവരുടെ പോസിറ്റിവിറ്റി മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ ഈ ഹണിമൂൺ ഫേസ് കുറച്ച് നാളത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ. ഹണിമൂൺ ഫേസ് അവസാനിക്കുമ്പോൾ ഈ രണ്ട് പേർക്കിടയിൽ ഏതെങ്കിലും ഒരാളുടെ ഹോർമോൺ ലെവൽ നോർമൽ ആവുകയും ഒരാൾക്ക് മറ്റൊരാളോടുള്ള അട്രാക്ഷൻ നഷ്ടപ്പെടുകയും ചെയ്യും. ഇത്തരത്തിൽ നോർമൽ സ്റ്റേറ്റിലേക്ക് വന്ന നിങ്ങളുടെ പാർട്ട്ണറുടെ ബ്രെയിന് പിന്നീട് ലോജിക്കലായിട്ടായിരിക്കും ചിന്തിക്കുന്നത്. ആ സമയത്ത് ഹണിമൂൺ ഫേസിൽ ഇരിക്കെ നിങ്ങൾ നൽകിയ കെയറും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവർക്ക് ബോറായിട്ടായിരിക്കും ഫീൽ ചെയ്യുക. നിങ്ങളിപ്പോൾ ഹണിമൂൺ ഫേസിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രിക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കാം. കാരണം ഹണിമൂൺ ഫേസ് ഇരിക്കുമ്പോൾ ഈ ട്രിക്ക് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി എഫക്റ്റീവാണ്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് കുറച്ചധികം നാളായെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. സംഭവം ഇത്രേ ഉള്ളൂ. ഹണിമൂൺ ഫേസ് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് മാക്സിമം അറ്റൻഷൻ കൊടുക്കുക, അവരെ സ്പെഷ്യലാണെന്ന് തോന്നിപ്പിക്കുക, അവർക്ക് കോംപ്ലിമെൻറ്റ് കൊടുക്കുക, അവരെ ഒരു സ്പെഷ്യൽ വണ്ണാണെന്ന് നിങ്ങൾ അവരെ മാക്സിമം തോന്നിപ്പിക്കുക. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം തന്നെ അവരിൽ നിന്ന് നിങ്ങൾ ഐസൊലേറ്റ് ആവുക. അതായത് അവരിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. അവർക്ക് കോംപ്ലിമെൻറ്റ് കൊടുക്കുന്നത് നിർത്തുക, അവർക്ക് അറ്റൻഷൻ കൊടുക്കുന്നത് നിർത്തുക, അവർക്ക് കൊടുക്കുന്ന കെയറിൽ ഒരു കൺട്രോൾ കൊണ്ടുവരിക. അതുപോലെ അവർ വിളിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബിസി ആകുക. അപ്പോൾ അതിലൂടെ അവരിൽ നിങ്ങൾ താൽക്കാലികമായിട്ട് ഒന്ന് ഒഴിഞ്ഞു മാറുന്നതായിട്ടുള്ളൊരു ഫീല് അവരിൽ ഉണ്ടാക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങൾ അമിതമാകാനും പാടില്ല, എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല. ഇതിന് ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. അവർ നിങ്ങൾ അമിതമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ അവരെ ഡിസ്റ്റൻസിൽ നിർത്തുക. അതുപോലെ അവരകന്നു പോകുന്നുണ്ട് എന്ന് തോന്നിത്തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ അവരെ അടുപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ ശരിക്കും കൺഫ്യൂസ്ഡ് ആവും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ നിങ്ങളിൽ വളരെയധികം ഒബ്സസ്ഡ് ആവും. ഹണിമൂൺ ഫേസ് ഇരിക്കെ തന്നെയാണ് ഇത് സംഭവിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് അവർ ഇമോഷണലി ആയിരിക്കും കൈകാര്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഉണ്ടാകുന്നു. റിലേഷൻഷിപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്. അതുണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ല മാർഗവും ഇതുതന്നെയാണ്. നിങ്ങളുടെ അഭാവത്തിൽ അവരൊറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യും. നിങ്ങളോട് വളരെയധികം വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പവും തോന്നിത്തുടങ്ങും. നല്ല ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ബന്ധം ഹണിമൂൺ ഫേസിന് ശേഷവും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.